കർണാടകയിലെ കോൺഗ്രസിന്റെ മുഖമിനുക്കൽ പലപ്പോഴും ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിലെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലൊരു വലിയ മാറ്റം നടന്നേ. കാരണം പതിവ് രീതി എന്നത് എം.എൽ.എമാരുടെ പിന്തുണ ഭൂരിപക്ഷമുള്ളയാൾ മുഖ്യമന്ത്രിയാവുക എന്നതായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് മാറ്റിപ്പിടിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡ്. അത് തന്നെയാണ് ഇത്തവണ കർണാടകത്തിലും ഉണ്ടാവുന്നത്. കർണാടകത്തിൽ എങ്ങനെയും ഭരണം നിർത്തിയേ പറ്റൂ. കാരണം കർണാടകമാണ് സുപ്രധാനമായി കോൺഗ്രസ് ഭരണമുള്ള സംസ്ഥാനം എന്ന് മാത്രമല്ല BJP JDS സഖ്യത്തെയാണ് അടുത്ത തവണ നേരിടേണ്ടത്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ ഏറെയുണ്ട്. നമുക്ക് സിദ്ധരാമയ്യ പാർട്ടിക്കകത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ സിദ്ധരാമയ്യയെ എത്ര കണ്ട് ഒപ്പം നിർത്താൻ കഴിയുമെന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം സിദ്ധരാമയ്യ OBC മുഖമാണ്. വലിയ പ്രബലമായ ആൾ പിന്തുണ സിദ്ധരാമയ്യക്കുണ്ട്. ജനകീയ യഥാർത്ഥത്തിൽ ഫണ്ടും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമെല്ലാം DK ശിവകുമാറിൻ്റേതായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയെ കണ്ടെത്തിയതിൻ്റെ കാരണവും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ തന്നെയാണ്. എന്താണ് സിദ്ധരാമയ്യ ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ? അതുകൂടി നമുക്ക് വിശദമായി നോക്കാം. സിദ്ധരാമയ്യയുടെ സമ്മർദ്ദം എങ്ങനെയാണ്? മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് മന്ത്രിസ്ഥാനം, നേരത്തെ കാർത്തിക് സൂചിപ്പിച്ചു, സുപ്രധാനമായ വകുപ്പ് ജലസേചനം അടക്കമുള്ള വകുപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ തനിക്കൊപ്പം നിൽക്കുന്ന കൂടുതൽ ആളുകൾക്ക് മന്ത്രിസ്ഥാനം വേണം. സതീഷ് ജർക്കിഹോളിക്ക് അധ്യക്ഷ പദവിക്കൊപ്പം മന്ത്രിസ്ഥാനം, ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി പദങ്ങൾ ഒക്കെ ഉള്ള വലിയ ആഗ്രഹങ്ങളും അദ്ദേഹത്തിനുണ്ട്. കാർത്തിക്, സിദ്ധരാമയ്യയെ എങ്ങനെ ഒപ്പം നിർത്താൻ കഴിയുമെന്നൊരു വലിയ ചോദ്യം കോൺഗ്രസിനെ കുഴയ്ക്കുന്നില്ല യഥാർത്ഥത്തിൽ. കാരണം സിദ്ധരാമയ്യ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെച്ചു. പകരം അദ്ദേഹം ബദലൊരു നീക്കം നടത്തും. അതായത് പാർട്ടിക്കകത്തൊരു പ്രശ്നമില്ലാതിരുന്ന് ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനൊരു പോർമുഖം തുറക്കാനാവുള്ളൂ. കാരണം അപ്പുറയുള്ളത് BJPയും JDSയും ചേരുന്ന ചേരിയാണ്. അപ്പോൾ സിദ്ധരാമയ്യയെ എങ്ങനെ ഒപ്പം നിർത്തുന്നു എന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പുതിയ മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വരിക? സജിത്ത്, 2028 നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയിൽ ഉണ്ടാകും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഹിന്ദ വോട്ടുകൾ, ആ വോട്ടുകൾ കോൺഗ്രസിൻ്റെ പക്കലുള്ള, ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈവശമുള്ള ഈ വോട്ടുകൾ അത് ചോരുമോ എന്ന ആശങ്ക ഒരു വിഭാഗം നേതൃത്വത്തിന് ഉണ്ട്. ആ ആശങ്കയ്ക്ക് പ്രധാന കാരണം സിദ്ധരാമയ്യ തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കർണാടകയുടെ ചരിത്രത്തിൽ 8 വർഷക്കാലം മുഖ്യമന്ത്രി, ആദ്യ ടെന്യൂറിൽ 5 വർഷം, ഇപ്പോൾ 3 വർഷം, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആൾ എന്ന ഇമേജ് ഒന്ന്. 2, 1947 ശേഷം മൂന്നാമതായി ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കുന്നത് സിദ്ധരാമയ്യയാണ്. അതായത് ഈ ഇപ്പോഴുള്ള ടെന്യൂറിലല്ല, ഇതിനു മുമ്പുള്ള കഴിഞ്ഞ കാലാവധിയിൽ. അപ്പോൾ സമീപകാല ചരിത്രത്തിൽ, കർണാടകയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ കണ്ട ഏറ്റവും വലിയ നേതാവാണ് സിദ്ധരാമയ്യ. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ, ആ പിന്തുണ വലിയ തോതിൽ സിദ്ധരാമയ്യയ്ക്കുണ്ട്. ഇത് അവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് സാമുദായിക ഘടകങ്ങളടക്കം കർണാടക രാഷ്ട്രീയത്തിൽ നിർണായകമായ ഫലങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. ആ അർത്ഥത്തിൽ സിദ്ധരാമയ്യയ്ക്ക് പിന്നോക്ക വിഭാഗങ്ങളിലും ദളിത് വിഭാഗങ്ങളിലും ഒപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളിലുമുള്ള സ്വാധീനം അത് വളരെ വലുതാണ്. 2006 കോൺഗ്രസിലേക്ക് സിദ്ധരാമയ്യ വരുമ്പോൾ ഈ അഹിന്ദ വോട്ടുകൾ കൂടി സിദ്ധരാമയ്യക്കൊപ്പം കോൺഗ്രസിലേക്ക് വന്നു എന്നതാണ് സത്യം. ഇപ്പോൾ സിദ്ധരാമയ്യയെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ഒക്കലിംഗ എന്ന ഒരു പ്രബല സമുദായത്തിലെ നേതാവായ DK ശിവകുമാറിന് നൽകുമ്പോൾ ഈ വിഭാഗങ്ങൾ എങ്ങനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയെ പിണക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല. അദ്ദേഹത്തെ ഏതു വിധേനയും ഒപ്പം നിർത്തേണ്ടതുണ്ട്. അങ്ങനെ നിർത്തണമെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഉപാധികൾ പരിഗണിക്കേണ്ടതും ഉണ്ട്. സർക്കാരിൽ ഉള്ള സ്വാധീനം അത് നഷ്ടപ്പെടാതിരിക്കാൻ പല ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് സിദ്ധരാമയ്യ. അതിലേറ്റവും പ്രധാനം, നമ്മൾ മുമ്പൊക്കെ കേരള രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലയളവിലൊക്കെ കണ്ടതാണ്, ഒരു സർക്കാർ പാർട്ടി ഏകോപന സമിതി. അത്തരത്തിൽ ഒരു സമിതി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യത്തോട് കേന്ദ്ര നേതൃത്വം എങ്ങനെ പ്രതികരിക്കും? ഒപ്പം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ വകുപ്പ് വിഭജനം, അതോടൊപ്പം തന്നെ ആർക്കൊക്കെ സുപ്രധാന വകുപ്പുകൾ നൽകണം, ആരെയൊക്കെ മന്ത്രിമാരാക്കണം, ഏതൊക്കെ സാമുദായിക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ സിദ്ധരാമയ്യ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളിൽ വിട്ടുവീഴ്ച ചെയ്യാനേ കേന്ദ്ര നേതൃത്വത്തിന് ഈ ഘട്ടത്തിൽ കഴിയൂ. കാരണം അത്രത്തോളം സ്വാധീനമുള്ള നേതാവാണ് സിദ്ധരാമയ്യ എന്നതുകൊണ്ട് തന്നെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.